സ്കൂൾ അത്ലറ്റിക്സ് ജൂനിയർ വിഭാഗത്തിൽ ഹാട്രിക് സ്വർണ്ണ തിളക്കത്തിൽ പാലക്കാടിന്റെ നിവേദ്യ 1500, 800 പുറമെ 400 മീറ്ററിലും നിവേദ്യ സ്വർണം നേടി. മനീഷ് മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അവസാന ദിനം അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ വൻ തിരിച്ചുവരവിനാണ് സ്കൂൾ കായികമേള ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിന് വേണ്ടി ഹാട്രിക് സ്വർണം നേടിയ നിവേദിയുണ്ട് നമ്മോടൊപ്പം. ഹാട്രിക് സ്വർണം പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. 400 വരുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നീയാണ് ഷുവർ ഗോൾഡാണ്, 56, 57 നീ ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ചെയ്തു, ഞാൻ 57 ചെയ്തു. 58ആയിരുന്നു ഡിസ്ട്രിക്റ്റിൽ ഞാൻ ചെയ്തത്. 57 ചെയ്തപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ 3 ഗോൾഡ്. കഴിഞ്ഞ വർഷം സബ് ജൂനിയർ ഇതേ ഗ്രൗണ്ടിൽ 3 ഗോൾഡായിരുന്നു. ഇതേ ഗ്രൗണ്ടിൽ വീണ്ടും ജൂനിയറിൽ 3 ഗോൾഡ്. വളരെയധികം സന്തോഷമായി. 2 ഗോൾഡും 1 സിൽവറും. ഹാട്രിക് അടിക്കാൻ പറ്റാത്ത നിരാശയാണോ മുഖത്ത്? നിരാശയുണ്ട്. 1 ഗോൾഡ് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു, അത് പോയതിൻ്റെ നല്ല സങ്കടമുണ്ട്. കുഴപ്പമില്ല, നമുക്കിനി സമയമുണ്ടല്ലോ. അടുത്തിൽ പിടിക്കണം. കോച്ചിലേക്ക് വന്നാൽ വലിയ നേട്ടമാണ്. ശിക്ഷന്മാരൊക്കെ ഗോൾഡ് വാരി കൂട്ടുകയാണ്. എന്താണ് അതിൽ വാരിക്കൂട്ടിയിൽ അധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇവർ 3 ഗോൾഡ് വരുന്നുള്ളത്. അവളൊരു സിൽവർ വന്നു, അത് കുഴപ്പമില്ല, അവളുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ അവൾക്കൊരു ദുഃഖമാണ്. കാരണം അവൾ നിവേദ്യ 3 ഗോൾഡ് മേടിച്ചാലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്നിരുന്നാലും കുഴപ്പമില്ല, അവൾ അടുത്ത പ്രാവശ്യം ഇനിയും അവൾക്ക് ജൂനിയർ 2 വർഷമുണ്ട്. അപ്പോൾ അവൾ ഇനിയും ചെയ്തിരുന്നു. മകളാകെ സങ്കടത്തിലാണ് 3 തയ്ക്കാൻ പറ്റാത്തത്. അവൾ പിക്കപ്പായി വരും, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അവൾ അടുത്ത വർഷം നന്നായിട്ട് ചെയ്യും. നിവേദിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടായിരുന്നു പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ? ഫുഡിൻ്റെ ആയാലും സാറാണ് അതിന് കെയർ ചെയ്ത് കൊണ്ടുപോവുക. എന്ത് സാധനമായാലും അത് ഇന്നത് കഴിക്കണ്ട, ഇന്ന സമയത്ത് കഴിക്കുക. ഐസ്ക്രീം ഇതുവരെ കഴിച്ചിട്ടില്ല, അതിൽ സാറ് ഇപ്പം ഒന്ന് മേടിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആഹാരത്തിനോട് ഐസ്ക്രീം കിട്ടിയപ്പോഴും അത് വേണ്ടെന്ന് വെച്ചാൽ അത് മാത്രം ഒന്ന് കഴിച്ചു. ഒന്ന് കഴിച്ചു. കുഴപ്പമില്ല, അത് സാർ ക്ഷമിക്കും. ഇപ്പോൾ നമുക്ക് ഹാട്രിക് സ്വർണ്ണം കിട്ടി. അപ്പോൾ ഇനി അടുത്ത ആദ്യത്തെ പരിപാടി ഐസ്ക്രീം കഴിക്കാറോ? കഴിക്കും. അപ്പോൾ ഹാട്രിക് സ്വർണത്തിന്റെ മധുരത്തിൽ നിവേദിയ ഐസ്ക്രീം കഴിച്ചോട്ടെ. പാലക്കാട് അവരുടെ ട്രാക്കിലെ കുതിപ്പ് തുടരട്ടെ. തിരുവനന്തപുരത്ത് നിന്നും ദീപകിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.